കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 3000-ഓളം കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നിയമസഭയിൽ ശ്രീ എ.പി. അനിൽകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പ്രസ്താവിച്ചു. കേരളത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ രാഷ്ട്രീയ അതിപ്രസരമുള്ളതുകൊണ്ട് കൊലപാതകങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. വടക്ക് ഭാഗത്തുള്ള 6 ജില്ലകളിൽ 1000-ഓളം ആളുകൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ തെക്ക് ഭാഗത്തുള്ള 8 ജില്ലകളിൽ 2000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ ധാരാളമുള്ളതുകൊണ്ടും രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഭയപ്പെടുന്നതുകൊണ്ടും കൂടുതലായി കൊലപാതകങ്ങൾ നടക്കുന്നതായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ കണ്ണൂർ, കോഴിക്കോട് പോലെയുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ അമിതമായ ഇടപെടൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളതുകൊണ്ട് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയക്കാർ ഇടപെടുന്നതുകൊണ്ട് പലതരത്തിലുള്ള ദൂഷ്യങ്ങളുണ്ടെങ്കിലും തിരുവനന്തപുരത്തും എറണാകുളത്തും കൊല്ലത്തും സംഭവിച്ചതുപോലെ സമൂഹത്തിൻ്റെ നിയന്ത്രണം ഗുണ്ടകളുടെ കയ്യിലാവുകയും ഗുണ്ടകളെ പേടിച്ച് രാഷ്ട്രീയക്കാർ അടങ്ങിയൊതുങ്ങി നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒട്ടും ആശാസ്യമാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നുവെച്ച് കണ്ണൂരിൽ കാണുന്നത് പോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും രാഷ്ട്രീയ പാർട്ടികളുടെ അനുവാദം വാങ്ങിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയും ആശാസ്യമല്ല.